അതെ, കല്യാണി ഇവളെ കുറിച്ച് പറഞ്ഞതെല്ലാം സത്യം. ഇവള് നമ്മുടെ കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളക്കാൻ വന്നവളായിരുന്നു. ആന്റി, ഞാൻ പറയുന്നത് ആരാടി നിന്റെ ആന്റി? ഇനി ഒരു പ്രാവശ്യം കൂടി നീ അങ്ങനെ വിളിച്ച നിന്റെ നാവ് പിഴുതെറിയും ഞാൻ. പൊയ്ക്കോ അവിടുന്ന്. ആന്റി, ഈ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. രണ്ട് കുടുംബങ്ങളും തമ്മിൽ ശത്രുതയുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ അല്ല. ഞാൻ ആരാണെന്ന സത്യം നിങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെച്ചതിന് കാരണം നിങ്ങളെ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ല, മറിച്ച് ആനന്ദിനോടുള്ള പ്രണയം നഷ്ടപ്പെടാതിരിക്കാനായിരുന്നു. ആനന്ദ് എനിക്ക് എന്റെ ജീവനാ. ഒരുപക്ഷെ ജീവനേക്കാൾ വലുതാണെന്ന് പറയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിച്ച്. നോ, ശത്രുവിനോട് പോലും കരുണ കാണിച്ച് ശീലമുള്ള തറവാട തൃച്ചംബരം. പക്ഷേ ദ്രോഹികളോടും വിശ്വാസവഞ്ചന കാട്ടുന്നവരോടും ഓർക്കാറില്ല. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പുറത്തേക്ക് പോവാം. പോ പുറത്ത്, പോവാൻ. പ്ലീസ് ആന്റി, പ്ലീസ്. ആനന്ദിനോടുള്ള പ്രണയം കൊണ്ടാ ഞാൻ സത്യം മറച്ചു വെച്ചത്. ആനന്ദില്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് എന്നോട് പൊറുക്കണം. ഞാൻ ഒരിക്കലും നിന്റെ അഭിനയമൊന്നും ഇനി ഞങ്ങളോട് വേണ്ട. എന്റെ അച്ഛന്റെ മരണം ഇപ്പോഴും എന്റെ കണ്ണുകളിൽ തന്നെ ഉണ്ട്. അതിന് കാരണക്കാരായ നിന്റെ കുടുംബക്കാരോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. നിനക്ക് പോവാം. ആനന്ദേ, എന്റെ അച്ഛനും മുത്തശ്ശനും ചെയ്ത തെറ്റിന് എന്റെ പ്രണയം ഞാൻ ബലി കഴിക്കണോ? നമ്മള് ചെറുപ്പക്കാരല്ലേ, ഇന്നത്തെ തലമുറ. നമ്മള് വേണ്ട നമ്മുടെ കാര്യം. തുടരുത്. അമ്മ പറയുന്ന പെണ്ണിനെ താലി കെട്ടാന്ന് വാക്ക് കൊടുത്തോണ്ട് മാത്രം ഞാനിപ്പോ ഇങ്ങനൊരു വരന്റെ വേഷത്തിൽ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നത്. പെണ്ണിനെ അടിക്കുന്നത് അത്ര അന്തസ്സല്ലെന്ന എന്റെ വിചാരം. അല്ലെങ്കിൽ ഇതിനകം വലിച്ചെടുത്ത് പുറത്ത് കളഞ്ഞാനെ നിന്നെ ഞാൻ. ആനന്ദിന് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ആനന്ദ്. പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക്. ഇനി എന്റെ ദേഹത്ത് തൊട്ടുപോരുത്. പറഞ്ഞേക്കാം, പോ, പുറത്തു പോവാൻ. ഷഫീഖ് സർ, നീ എന്താ അവിടെ നോക്കിക്കുന്നത്? പിടിച്ച് പുറത്താക്കവളെ. നടക്ക്, നടക്കാൻ ഇങ്ങോട്ട് പറഞ്ഞ അനുസരിച്ച് വരാൻ. പുറത്തേക്ക് നടക്കൂ. എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നോണ്ടല്ലോ, അറിയാലോ എന്നെ.
താലി നീ എന്റെ കഴുത്തിൽ കെട്ടണം. കെട്ടിയില്ലെങ്കിൽ ഇവിടെ ചോര വരുത്തും ഞാനിപ്പോ. താലി കെട്ടാൻ. പ്രിയങ്ക, കെട്ട്. താലി കഴുത്തി കെട്ടാൻ. ആന്റി, പ്രിയങ്കയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. അതാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ആംബുലൻസിന് ഫോൺ ചെയ്യും. വെറുതെ ഇങ്ങനെയൊക്കെ. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, എന്റെ കഴുത്തിൽ നിനക്ക് താലി കെട്ടാൻ പറ്റോ പറ്റില്ലയോ? ഇല്ലെന്ന് പറഞ്ഞ പ്രിയങ്ക കഴുത്തറുത്ത് ഇവിടെ എല്ലാം അവസാനിപ്പിക്കും. എപ്പം മണ്ഡപത്തിൽ നിന്ന് അമ്മ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചോ ആ നിമിഷം എന്റെ മനസ്സിൽ നിന്റെ ശവോടക്കൽ നടത്തി ഞാൻ. അതുകൊണ്ട് വെറുതെ നീ ചാവാൻ പോകുന്നു പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. നിനക്ക് വേണമെങ്കിൽ പോയി ചാവാം, ആരും തടയില്ല ഇവിടെ. ഷഫീഖ്, മാഡം, ഇവളെ പിടിച്ച് പുറത്തു കൊണ്ടുപോ വേഗം. ഇങ്ങോട്ട് വാ. നടക്കൂ. ആന്റി, ഇവിടെ ഈ ദിവസം, ഈ നിമിഷം ഒരു കാര്യം ഓർത്തു വെച്ചോ. ഇനി എത്ര നാൾ കഴിഞ്ഞാലും ഞാൻ തന്നെയായിരിക്കും തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്നത്. ഈ പ്രിയങ്ക വർമ്മയുടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ആനന്ദ് തന്നെയായിരിക്കും. അതിനുവേണ്ടി വേണ്ടി വന്നാൽ എന്റെ ജീവൻ കളയാൻ വരെ ഞാൻ മടിക്കില്ല. ജീവൻ എടുക്കാനും. അത് ആരുടെയൊക്കെയാണെന്ന് കാലം തെളിയിക്കാൻ പോകുന്നതേ ഉള്ളൂ.
വിഷമിക്കണ്ട ആനന്ദേ, എന്റെ മോൻ എന്നും മുത്തച്ഛൻ തുണയുണ്ടാവും. കല്യാണി, മാഡം, നീ ദാസേട്ടനെ പോലെ ഈ കുടുംബത്തോട് കാണിക്കുന്ന വിശ്വാസവും കരുതലും ഒക്കെ കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നുക. പ്രൗഡ് ഓഫ് യു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഇവിടെ കല്യാണം മുടങ്ങിപ്പോയെന്ന് കരുതി ആരും വിഷമിക്കണ്ട. ഈ മണ്ഡപത്തിൽ വെച്ച് ഇപ്പോൾ അരവിന്ദന്റെയും നന്ദനയുടെയും കല്യാണം നടക്കുന്നതായിരിക്കും. എല്ലാരും ഇരിക്കണം. പോയിരിക്കെ. എങ്ങനെയാ അമ്മ ബ്രോ ഇല്ലാതെ ഞാൻ? അരവിന്ദ്, പോയിരിക്കെ. അമ്മ പറഞ്ഞു കേട്ടില്ലേ? ഇല്ല ബ്രോ, എനിക്ക് പറ്റില്ല. മോനെ ചെല്ല്, ചെന്നിരിക്കേ. അച്ഛനല്ലേ പറയുന്നത്. ബാ. ദേവി, മഹാമായ, നീ കാത്തു. ഞാനായിട്ട് ആ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നായിരുന്നു എന്റെ ഭയം. അങ്ങനെയൊന്നും ഉണ്ടായില്ല. സന്തോഷായി എനിക്ക്, സന്തോഷം. ദേവി, വലിയ കുഞ്ഞിന്റെയും പ്രിയങ്ക മാഡത്തിന്റെയും കല്യാണം ഒരു തടസ്സം കൂടാതെ നടക്കണമെന്നായിരുന്നു ഇത്രയും നാളും എന്റെ പ്രാർത്ഥന. പക്ഷെ ആ കല്യാണത്തിന് പിന്നിൽ അഖില മാഡത്തിന്റെ കുടുംബം തകർക്കായിരുന്നു ലക്ഷ്യം എന്നറിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അതൊന്ന് മുടക്കാനാ ഞാൻ നോക്കിയത്. എനിക്കറിയാം, എന്റെ മനസ്സറിഞ്ഞ് നീ തന്നെ അവിടെ വന്ന് ആ കല്യാണം മുടക്കി തന്നെന്ന്. ദേവി, എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് നന്ദി.
ചേച്ചി, എന്ന് സങ്കടം പറയാൻ അമ്പലത്തിൽ വരുന്ന ചേച്ചിയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പോ മുഖത്ത് വലിയ സന്തോഷമാണല്ലോ. ഏതായാലും ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. എന്ത് കാര്യം? ഈ ചേച്ചിയുടെ മനസ്സ് നിറയെ വലിയ കുഞ്ഞാണെന്ന്. ദേനിക്കുട്ട, ദേവിയുടെ മുന്നിൽ വെച്ച് ആവശ്യമില്ലാത്തൊന്നും പറയരുത്, ദോഷം കിട്ടുട്ടോ. ചേച്ചി, എനിക്ക് ഈ കാര്യം മനസ്സിലായെങ്കിൽ ആ ദേവിക്ക് എന്നേ കാര്യം പിടികിട്ടിട്ടുണ്ടാവുന്ന അറിയോ? അതല്ല ഞാൻ ആലോചിക്കുന്നത്. സാധാരണ ഒരു കല്യാണം മുടങ്ങിയ ആളുകൾക്കൊക്കെ സങ്കടമാ. ഇവിടെ ഒരാൾ തുള്ളിച്ചാടിയില്ലേ അമ്പലത്തിൽ വന്നത്? അതിനെന്താ കാരണം? ആദ്യം അത് പറ. അത് അനിൻകുട്ട, അഖില മാഡത്തിന്റെ കുടുംബം നശിപ്പിക്കാന്നുള്ള ലക്ഷ്യത്തോടെയല്ലേ ആ പ്രിയങ്കയും വീട്ടുകാരും ഈ കല്യാണം നടത്താൻ നോക്കിയത്? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരുപക്ഷെ ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ വലിയ കുഞ്ഞിന്റെ ജീവിതം തന്നെ നശിച്ചു പോയേനെ. അഖില മാഡവും സന്തോഷ സമാധാനമൊക്കെ പോയി ഒരു ഭ്രാന്തിയെ പോലെ നടന്നേനെ. അതിൽ നിന്നൊക്കെ കാത്തു രക്ഷിച്ചത് ഈ ദേവിയാ. അതാ ഞാൻ ദേവിക്ക് നന്ദി പറയാൻ ഓടി വന്നത്. ഏയ്, ചേച്ചിയുടെ സന്തോഷത്തിന്റെ കാരണം അത് മാത്രമല്ല, എനിക്കറിയാം കാര്യം. എന്ത് കാര്യം? അതായത് ചേച്ചിയുടെ കല്യാണം താലികെട്ട് സമയത്ത് മുടങ്ങി. ഇപ്പൊ അതുപോലെ തന്നെ വലിയ കുഞ്ഞിന്റെ കല്യാണവും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ചേച്ചിക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? എനിക്കൊന്നും തോന്നുന്നില്ല. എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ തന്നെ പറയാം. ചേച്ചിയുടെയും വലിയ കുഞ്ഞിന്റെ വേറെ വേറെ കല്യാണം മുടക്കിയ ദേവി നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഒന്നായിട്ട് നടത്തി തരും. ദൈവങ്ങൾ ഒന്ന് കാണാതെ മറ്റൊന്നും ചെയ്യില്ല. മനസ്സിലായോ? ദേ കണ്ടില്ലേ, സത്യം. നീ ഇങ്ങോട്ട് നടന്നേ, പോവാ. നിന്നെ ഇവിടെ നിർത്തിയ ശരിയാവില്ല. ഹോ, നല്ലത് പറഞ്ഞാലും കുറ്റം തന്നെ. പ്രിയങ്കേ, 3 മാസം 90 രാവും പകലും ശത്രുവിന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ച് പിന്തുടർന്ന് വല നെയ്ത് പിടിക്കുമായിരുന്നു ഞാൻ. 3 മാസം 90 രാവും പകലും ചേരാത്ത ചായം മുഖത്ത് തേച്ച് പിടിപ്പിച്ച് വരാത്ത പുഞ്ചിരി ചുണ്ടിൽ വിളക്കി ചേർത്ത് ആന്റി ആന്റി എന്ന് വിളിച്ച് ഒരു പാവയെ പോലെ അഭിനയിക്കുമായിരുന്നു ഞാൻ.
എല്ലാം തകർന്നു, തകർത്ത് കളഞ്ഞു അവള്, ആ കല്യാണി. അവസാന നിമിഷം കപ്പിനും ചുണ്ടിനും ഇടയിലാ എല്ലാം പാഴായി പോയത്. നാഗമടത്തില്ലത്തിൽ പിറന്നവളാണ് ഞാൻ എന്ന സത്യം അഖിലാണ്ടേശ്വരി തിരിച്ചറിഞ്ഞ നിമിഷം എല്ലാം തകർന്നടിഞ്ഞു. 10ാം വയസ്സിൽ പച്ച കുത്തിയ നാഗമുദ്ര അഖിലാണ്ടേശ്വരിയുടെ കണ്ണിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ തൃച്ചംബരത്തിന്റെ അടിവേരിളകി തുടങ്ങിയേനെ. ആ കല്യാണിയെ കാൽക്കീഴിലിട്ട് ഞെരിച്ച് അഖിലാണ്ടേശ്വരിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് സംഹാര താണ്ഡവമാടാനുള്ള അവസരമാ എനിക്ക് നഷ്ടമായത്. എനിക്കത് തിരിച്ചെടുക്കണം ഉടൻ. വേണ്ട പ്രിയങ്കെ, ഇപ്പൊ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ പേടിപ്പെടുത്തുന്നതാ. അഖിലാണ്ടേശ്വരിയുടെ കയ്യിൽ നിന്നും നിനക്ക് ജീവനോടെ രക്ഷപ്പെടാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണെന്ന് ഞാൻ പറയും. ഒരിക്കലും അല്ല. എന്ത് അഖിലാണ്ടേശ്വരി, എന്ത് തൃച്ചംബരം? എന്നും നാഗമടത്തില്ലത്തിനേക്കാൾ ഒരു പടി താഴ്ന്ന സ്ഥാനമേ തൃച്ചംബരത്തിനുണ്ടായിരുന്നുള്ളൂ. ഇനിയും ഈ ലോകത്ത് അങ്ങനെ മതി, അതായിരുന്നു എന്റെ തീരുമാനം. അതിനുപയോഗിച്ച ബുദ്ധിയുടെ വഴിയായിരുന്നു ഈ മരുമകൾ സ്ഥാനം. അഖിലാണ്ടേശ്വരി എന്നെ തിരിച്ചറിയുന്നതിന് മുന്നേ എല്ലാം തകർത്തെറിയണമെന്ന് ഞാൻ കരുതി. എല്ലാം ശരി തന്നെ. പക്ഷേ നീ ആരാണെന്ന് അഖിലാണ്ടേശ്വരി മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിനക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ കളി നീ തോറ്റു. അതെ, തോറ്റു ഒരു തവണ. നിങ്ങൾക്കറിയാത്തതുകൊണ്ടാ. ജയിച്ചുയർന്നു നിൽക്കുന്ന ഏതൊരാളിന്റെയും ചരിത്രത്തിൽ കാണും ചെറിയൊരു തോൽവി. അതിനെ വിളിക്കേണ്ടത് തോൽവിയെന്നല്ല, ജയിക്കാനുള്ള വാശിയെന്നാ. ഇന്നെനിക്ക് ആ വാശിയുണ്ടുള്ളിൽ, ഇന്നെനിക്ക് ആ പകയുണ്ടുള്ളിൽ. അത് മതി ഇനി എനിക്ക് ജയിച്ചു കയറാൻ. നാഗമടത്തില്ലത്തുള്ളവരുടെ ഞരമ്പിൽ ഓടുന്നത് രക്തമല്ല രാജലക്ഷ്മി, വിഷമാണ്, കൊടും വിഷം. നാഗമടത്തില്ലത്തുള്ളവരുടെ ഞരമ്പിൽ ഓടുന്നത് രക്തമല്ല രാജലക്ഷ്മി, വിഷമാണ്, കൊടും വിഷം. നിങ്ങൾക്കറിയോ, സാധാരണ താലി കെട്ടാൻ തല കുനിച്ചിരിക്കുമ്പോ ഏതൊരു പെണ്ണിന്റെ മനസ്സിലും നല്ലൊരു കുടുംബജീവിതമായിരിക്കണേന്നാവും പ്രാർത്ഥന. പക്ഷേ ആനന്ദിന്റെ മുന്നിൽ താലിക്കായി തല കുനിച്ചിരുന്നപ്പോ തൃച്ചംബരം തകർന്നു താഴുന്ന സ്വപ്നം കാണുമായിരുന്നു ഞാൻ. ആ സ്വപ്നവും ലക്ഷ്യവും ഒരിക്കലും ഞാൻ വലിച്ചെറിയില്ല. കുറെ നാൾ വേട്ടക്കിറങ്ങി തളർന്ന മനസ്സാ എനിക്കിപ്പോ. ഒരല്പം വിശ്രമം, ഒരല്പം ഉറക്കം. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ ഈ പ്രിയങ്ക ആരാണെന്ന്. പിൻകഴുത്തിലെ നാഗമുദ്ര ഇനി ഈ പ്രിയങ്കയുടെ ചങ്കില ഭണം ഉയർത്താൻ പോകുന്നത്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ വിഷപ്പല്ലിൽ കോർക്കാൻ. നാശമാണ് എന്റെ ലക്ഷ്യം, സർവനാശം.